ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഇന്ന് തിരുവാതിരയാണല്ലോ അല്ലേ. തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പുഴുക്കാണ്, തിരുവാതിര പുഴുക്ക്. ഇന്ന് തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സാധാരണ ദിവസങ്ങളിലും ഏകാദശിക്കൊക്കെ ഉണ്ടാക്കുന്ന പുഴുക്ക് പോലെയല്ല കേട്ടോ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന പുഴുക്ക്. അതിന് ചില പ്രത്യേകതകളുണ്ട്. നാളികേരമൊക്കെ അരച്ചൊഴിച്ച് കുറച്ച് ആർഭാടമായിട്ട് ഉണ്ടാക്കുന്ന പുഴുക്കാണ് ഇത്. തിരുവാതിര എന്ന് പറയുന്നത് പരമശിവൻ്റെ പിറന്നാളാണ്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഗോതമ്പ് കഞ്ഞിയല്ല കഴിക്കുക, ഗോതമ്പ് ചോറാണ്, അല്ലെങ്കിൽ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ്. അപ്പോൾ ഗോതമ്പ് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ ഈ പുഴുക്കും കൂവപ്പായസവും പഴവും പപ്പടവും ഇളനീരും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ തിരുവാതിരയുടെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ തിരുവാതിര പുഴുക്കിന് തിരുവാതിര ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരുവാതിര പുഴുക്ക് റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. പലരും പല രീതിയിലായിരിക്കും തിരുവാതിര പുഴുക്ക് വയ്ക്കുന്നത്. ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അത് കഴിഞ്ഞ് ഇത് നന്നായി കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. 1 കപ്പ് ഉണക്കപ്പയറിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും ചേർക്കണില്ല, വെറുതെ വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുക്കണം. പുഴുക്കുണ്ടാക്കാൻ വേണ്ട കഷ്ണങ്ങളൊക്കെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ സാധാരണ എടുക്കുന്ന കഷ്ണങ്ങൾ ചേന, ചേമ്പ്, കാവിത്ത്, നേന്ത്രക്കായ, കൊള്ളി, കൂർക്ക, പിന്നെ ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു കിഴങ്ങുണ്ട് അത്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ്, മത്തങ്ങ, ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഇതിലെല്ലാ കഷ്ണവും ഉണ്ടെങ്കിൽ നമുക്ക് പുഴുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ എന്നില്ല. നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പുഴുക്ക് വയ്ക്കാം. ആദ്യം ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നുറുക്കിയെടുക്കുക. നുറുക്കിയതിന് ശേഷം വീണ്ടും കഴുകിയിട്ട് വേണം പാചകം ചെയ്യാൻ. പയർ കുക്കറിൽ വെച്ച് വേവിച്ചത് ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് കിട്ടി. ഇത് ഒറ്റ വിസിലിന് ഓഫാക്കുകയാണ് ചെയ്തത്. പിന്നെ എയർ പോയിട്ട് തുറന്നു. ഇപ്പോൾ ഇത്രയും വെന്ത് കിട്ടി, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ പയറിൻ്റെ കൂടെ തന്നെ ഈ കഷ്ണങ്ങളിട്ട് വേവിക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പയർ വേവിക്കാൻ നമ്മൾ ഒഴിച്ച വെള്ളം തന്നെ ഇതിൽ ബാലൻസ് ഉണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് ഈ കഷ്ണങ്ങൾ വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇനി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കണം കേട്ടോ. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തു. ഇത് നമുക്ക് ഈ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഉടച്ചു കൊടുക്കണമെന്നില്ല, കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്താൽ മതി. ബാക്കി കറിയിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണ്ട. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. കുക്കറിൽ അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നന്നായി തിളച്ചു കേട്ടോ. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിരുന്നു, അതുകൊണ്ട് കറി നല്ല കൊഴുപ്പായി. ഇനി ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. നാളികേരവും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ചതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അരപ്പ് ഈ കറിയിൽ ശരിക്കും മിക്സായി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നാളികേരം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചു. ഇതിൽ നല്ലോണം 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കർ അടുപ്പത്തു നിന്ന് മാറ്റി. ഇപ്പോഴും ഈ കറി ഇങ്ങനെ തിളയ്ക്കുന്നത് കുക്കറിൽ ചൂട് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. പച്ച വെളിച്ചെണ്ണയുടെ സ്വാദ് ഈ കറിയിലേക്ക് നന്നായിട്ട് കയറണം. അപ്പോൾ അതിന് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ രുചികരവും പോഷക സമ്പുഷ്ടവുമായ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ല കേട്ടോ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.